ലുക്കില്ലെങ്കിലും പേരൊക്കെ സൂപ്പറാ. അപ്പോ നമ്മളൊരു ഫാഷൻ ഒരു സംഭവത്തിലേക്കുമ്പോൾ കുറച്ചൊരു പേരിലൊക്കെ ഒരു 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 ഗുമ്മ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നെവിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നെവിൻ ആങ്കർ ആണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഇന്റീരിയർ ഡിസൈനർ ആണ്, ആർട്ടിസ്റ്റ് ആണ്. ഇനി കൈ വയ്ക്കാത്ത മേഖലകളില്ല. ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാഷൻ കൊറിയോഗ്രാഫർ ആണ്. അതെ, ഫാഷൻ കൊറിയോഗ്രാഫി. അത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് അഭിഷേക് ആൻഡ് നെവിൻ, ഞങ്ങള് ഇങ്ങനെ വെറുതെ സംസാരിക്കുമല്ലോ, അങ്ങനെ പെട്ടെന്നൊരു ദിവസം നമ്മളങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു, അങ്ങോട്ട് ചെയ്തു. ഐബാവൻ എന്നാണ് നമ്മളുടെ ബ്രാൻഡിന്റെ നെയിം. ഓക്കെ, ഐബാവൻ എന്താന്ന് മനസ്സിലായോ? നിങ്ങളുടെ ബ്രാൻഡല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ഐബാവൻ പേരെങ്ങനെ ഡിറൈവ് ചെയ്തതെന്ന് അറിയാമോ? അബി നെവിൻ, അത് തിരിച്ചിട്ട് നോക്കൂ, നെവ് അബി, ഐബാവൻ, വെറൈറ്റി. സോ we focusing something variety, unique, and yeah, we focusing something unique, variety, out of the box. പിന്നെ അങ്ങനെയുള്ള അത് നമ്മുടെ പേരിലും ഉണ്ട്. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഐബാവൻ, ഓക്കെ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരുമാണ് ആ ഒരു സ്ട്രെങ്ത്തും ആ പേരിന്റെ ഉള്ളിലും ഉറവിടം, വാട്ട് എവർ. ഓക്കെ, അതായത് അഭിഷേകിനെ കണ്ടുമുട്ടിയതാണ് ഒരു വഴിത്തിരിവായതെന്ന് പറഞ്ഞു. അഭിഷേകിനെ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആയിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ അറിയാലോ, നമ്മള് അന്ന് അഭിഷേക് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയം ബിഗ് ബോസ് ഒന്നും അപ്പൊ ഇങ്ങനെ അഭിഷേക് വരുന്നുണ്ട്, അഭിഷേകിന് 2 ഷർട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ എല്ലാം വെൽ സെറ്റായിട്ട് ഇങ്ങനെ 2 ഷർട്ടൊക്കെ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് സ്റ്റൈലിസ്റ്റ് ആയിട്ട് ചെല്ലും കേട്ടോ. അപ്പൊ തന്നെ അഭിഷേക് എന്നെ കണ്ടത് ഇങ്ങനെ എഴുന്നേറ്റ് അങ്ങോട്ട് ഹായ്. അഭിഷേകിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, എല്ലാവരും ഭയങ്കര സന്തോഷം, ആരും ഒന്ന് ഞാൻ എഴുന്നേറ്റ് എന്നിട്ട് ഭയങ്കര സംഭവമല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു അഭിഷേക് ഐ ആം യുവർ ബിഗ് ഫാൻ. അഭിഷേക് ആ ഷോയിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ഒറ്റ ഷോ ഞാൻ കണ്ടിട്ടില്ല ഉള്ള സാധനം ഞാൻ അങ്ങോട്ട് എടുത്തിട്ടു. അല്ല, ഞാനത് ഇട്ട് നോക്കിയതാ. പക്ഷെ ഇപ്പൊ അറിയായിരിക്കാം അഭിഷേക്. ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ, ഇപ്പൊ ഞങ്ങളിപ്പോ ഓൾമോസ്റ്റ് 1 ഇയർ ഓളമായി ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ അഭിഷേക് പാവം എൻ്റെ ഈ മധുരമായിട്ടുള്ള ആ വാക്കുകളിൽ അങ്ങോട്ടേക്ക് അലിഞ്ഞു പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, അഭിഷേക് അങ്ങനെ നിൽക്കല്ലേ, ഇവിടെ നിന്ന് ഇരിക്കല്ലേ, നിങ്ങളൊരു വലിയൊരു സെലിബ്രിറ്റിയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ എന്നെ കൂടിയിട്ട് വാ. എത്ര നേരമുണ്ട്, ഇനിയും ഒരു 2 hours എന്തോ മേക്കപ്പും കുറെ ഷൂട്ട് ചെയ്യണ്ട, അതായത് മേക്കപ്പ് ചെയ്യണ്ടായിരുന്നു മോഡൽസിന്. ഞാൻ പറഞ്ഞു വാ നമുക്ക് പുറത്ത് പോയിട്ടൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കര സ്വീകരണം. സത്യം പറഞ്ഞാൽ ഗൂഗിൾ പേയില് 250 രൂപയേ ഉള്ളൂ, പക്ഷെ എന്നാലും എന്റെ പ്രവർത്തനം വേറൊന്നും അല്ല. വാ നമുക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അഭിഷേക് എന്റെ ഈ പ്രവർത്തനത്തിൽ അങ്ങോട്ടേക്ക് സത്യം പറഞ്ഞാല് പാവം കെണിയില് പെട്ടുപോയതാ. പിന്നെ ഞാൻ പോയിട്ടില്ല. ഇപ്പൊ ഒരു എന്താ പറയാ, വിടാൻ പറ്റാത്തൊരു കൂട്ടുകെട്ടായിട്ട് മുന്നോട്ട് പോയി. അതെ, കാരണം എനിക്കും അഭിഷേകിന്റെ ഇടയിൽ ഒരു പ്രത്യേക തരം ഒരു ബോണ്ടിങ് ഉണ്ട്. പലരും അതിനെ വേറെ രീതിയിലൊക്കെ ഇന്റർപ്രറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പറഞ്ഞാലും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. കാരണം ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഞങ്ങളാണ് രഹസ്യങ്ങളൊക്കെ ഞങ്ങള് രാത്രി ഇതൊക്കെ ഞങ്ങളിങ്ങനെ പറയും. എല്ലാ ദിവസവും വിളിയുണ്ട്, അത് കറക്റ്റാണ്. അതിപ്പം ഒന്നും സംസാരിക്കാനില്ലെങ്കിലും ജസ്റ്റ് ഒരു മിസ് കോൾ അടിച്ചത് അങ്ങോട്ട് വയ്ക്കും. കാരണം എന്താ, ഓക്കെ നമുക്ക് കുറച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സാധനം. അപ്പം ആ ഒരു അത്ര ഒരു ഞങ്ങളൊരു തിക് ഫ്രണ്ട്സ് ആണ്. അഭിഷേക് എന്നെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അപ്പോ ഈ ഒരു ടു പെർസ്യൂ ദിസ് പാത്ത് ഒരു ഇൻസ്പിറേഷൻ ആയ ഒരാളാണ് അഭിഷേക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിരിക്കല്ലേ? സത്യമാണ്. കാരണം എനിക്കിതിന് മുന്നേയും എനിക്ക് സെലിബ്രിറ്റി ആ ഒരു ഗ്യാങ്ങിൽ എനിക്ക് കണക്ഷൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ സുംബ ഇൻസ്ട്രക്ടർ ആയിരുന്നു. അങ്ങനെ പലരുടെയും. പക്ഷെ അതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വെരി പ്രൊഫഷണൽ, വരുന്നു ക്ലാസ് എടുക്കുന്നു പോകുന്നു, അത്രേ ഉള്ളൂ, ഡാൻസ്. പക്ഷെ അഭിഷേകിന്
ഞങ്ങളൊരു പെട്ടെന്നൊരു ഭയങ്കര വേവ് ലെങ്തായി. പിന്നെ ഞാൻ അഭിഷേകിനെക്കാട്ടിയും വളരെ ചെറുപ്പമാണ്, അഭിഷേകിന് കുറച്ചധികം പ്രായമുണ്ട്, കണ്ട പറയില്ലെന്നുള്ളൂ. അപമാനിക്കും ഞാനാണ്, അപമാനിച്ച് നശിപ്പിക്കും. ഇത് ഞാൻ പകരം വീട്ടും ഞാൻ. ഓക്കെ, പകരം വീട്ടെന്ന് പറയാൻ അഭിഷേക് തിരിച്ചെന്തെങ്കിലും ഇട്ടിട്ടുണ്ടായിരുന്നോ? എന്നെ പറയുന്നത് 10-35 വയസ്സുണ്ടെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ഞാൻ ഇതെങ്കിലും പറയണ്ടേ? കൊള്ളാം. ഓക്കെ. അപ്പം പിന്നെ അഭിഷേക് പെട്ടെന്ന് ഞങ്ങൾ ആ ഒരു വേവ് ലെങ്ത്തിലേക്ക് എത്തി. കാരണം ചില ഏജ്, അതായത് ചില ഫ്രണ്ട്സ് പെട്ടെന്ന് മാച്ച് ആവുന്നത് അവരുടെ അവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സെയിം ഇൻട്രസ്റ്റ് ആയിരിക്കാം, വൈബ് ആയിരിക്കാം. വൈബ്, സത്യം, ഞാൻ വൈബാന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ അഭിഷേകിനും എനിക്കും സെയിം വൈബ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഫുഡ്. അത് പിന്നെ അഭിഷേക് മോഡലാണ്, ഞാൻ കൂടുതലും എനിക്ക് കുറച്ചുകൂടി എനിക്ക് എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ഞാനൊന്നും ഇങ്ങനെ നോക്കും, എവിടെയെങ്കിലും ക്യാമറ ഉണ്ടോ, ആരെങ്കിലും സെൽഫി എടുക്കുന്നുണ്ടോ. അഭിഷേകിന്റെ കൂടെ ഞാൻ എല്ലാ സ്ഥലത്തും ഞാൻ അഭിഷേകിനെക്കാട്ടും കുറച്ചുകൂടിയിട്ട് ഇങ്ങനെ അതെ, അഭിഷേകിന് വലിയ ആഗ്രഹം ഉണ്ടാവാതിരിക്കാം, പക്ഷെ അഭിഷേകിനെക്കാട്ടിയും കുറച്ചുകൂടിയിട്ട് എനിക്കായിരുന്നു ഒരുക്കം കൂടുതൽ. അഭിഷേക് 1 മണിക്കൂർ വെച്ച് ഒരുങ്ങുമ്പോൾ ഞാൻ ഒരു 2 ദിവസം മുന്നേ തന്നെ സ്റ്റൈലിങ്, ഓക്കെ, മെറൂൺ, ബ്ലാക്ക്, അങ്ങനെ സാധനങ്ങളൊക്കെ. അപ്പം അഭിഷേക് ആണല്ലോ മെയിൻ ഗസ്റ്റ്, ഞാൻ എന്ത് ചെയ്യും? അഭിഷേകിന്റെ കൂടെ തൊട്ടടുത്ത ഗസ്റ്റിൽ പോയിട്ടിരിക്കും. കാരണം എനിക്കിഷ്ടമാണ്. അവരെന്നെ വിളിച്ചിട്ടില്ല, സമ്മതിച്ചോ, പക്ഷെ ഞാൻ ഫ്യൂച്ചറിൽ ഒരു ഗസ്റ്റ് ആയിട്ട് വരാനുള്ളതാണല്ലോ. ഞാൻ എങ്ങനെയൊക്കെ പോയിട്ടിരുന്നു. ഒരുപാട് എനിക്ക് അപമാനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് അങ്ങനത്തെ ഒരു സാധനമൊക്കെ എനിക്ക്. ഞാൻ പറയട്ടെ, ഈ ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയുന്നത് സത്യമല്ലേ? സത്യമാണ്, വളരെ സത്യമാണ്. കാരണം ഒന്നുമില്ല, എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു, ഫാഷൻ ഒരു കണക്ഷൻ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ആ ഫേക്ക് ചെയ്ത് വരുന്ന ആ ഒരു സമയത്താണ് നമ്മളുടെ അബോധ മനസ്സ്, ഓക്കെ, ഇന്ന് നിനക്ക് രക്ഷയില്ല, ഇന്ന് നീ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴും you have to think about your outfit, styling, walk like a fashion choreographer. ആ ഒരു സാധനം വരും. അത് ഒരു ടെക്നിക്കാണ്, അത് ഞാൻ യൂസ് ചെയ്തു. ഇനിയിപ്പം എനിക്ക് എന്താ പറയുക, അതായത് ജയിലിൽ പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ജയിലിലേക്ക് പോകാനുള്ള ഡ്രസ്സ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, നമ്മൾ ജയിലെത്തും, അത്രേ ഉള്ളൂ. ഓക്കെ, വിശ്വസിക്കുന്ന ഒരാളാണല്ലേ? ഞാൻ ഇപ്പം എൻ്റെ ആത്മീയതയിലേക്ക് ഞാൻ ഇങ്ങനെ എത്തി. എൻ്റെ ജീവിതം മതം ഇല്ല, ഓൺലി ആ ഒരു ശക്തി. ഓക്കെ, നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിന് റിഫ്ലക്ഷൻ വരും. നമ്മൾ മടി പിടിച്ചിരുന്നാൽ ഒരു ഗ്രോത്തും ഇല്ലാണ്ട് മുക്കിലിരുന്ന് മറ്റുള്ളവരുടെ ഗ്രോത്ത് കണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും കമന്റ് ഇട്ടിങ്ങനെ, ഓ മൈ ഗോഡ്, തെണ്ടി, അത് ഇത് മറ്റേത് മറിച്ചത്, നിനക്കൊന്നും നാണമില്ലേടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിതം കോഞ്ഞാട്ടാക്കാം. ഓക്കെ, ഞാൻ പഠിച്ചു. കാരണം ഞാൻ ഒരു പെർട്ടിക്കുലർ മതത്തിനോ ഒന്നും ഞാൻ അങ്ങോട്ടേക്ക്, ആവ ക്രിസ്ത്യൻ, ഞാൻ എൻ്റെ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എല്ലാ മതത്തിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിന് എന്നിട്ട് എൻ്റെ മതമാണ് വലുത്, നിന്റെ മതമാണ്, നിന്റെ ക്രിസ്തു ആണ് സൂപ്പർ, എൻ്റെ ക്രിസ്തു മറ്റേ വീഞ്ഞുണ്ടാക്കി, നിങ്ങളുടെ കൃഷ്ണനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ, ആ ഒരു സാധനമൊന്നും എനിക്കില്ല. കർത്താവ് ചിലപ്പം എന്തുണ്ടാക്കിയിട്ടുണ്ടാകും, സമയമില്ലാത്തത് കൊണ്ട് വീഞ്ഞുണ്ടാക്കി, ചിലപ്പോൾ കുറച്ചുകൂടി സമയം കൊടുത്തിരുന്നു വെച്ചെങ്കിൽ മേ ബി കുറച്ചുകൂടിയിട്ട് കൂടിയ ബ്രാൻഡ് ഉണ്ടാക്കിയേനെ. ഓക്കെ, അതൊക്കെ കർത്താവിൻ്റെ സമയത്തിലുള്ള ഒരു സാഹചര്യം. അതേപോലെ കൃഷ്ണൻ ഉണ്ടാക്കാൻ പറ്റണമെന്ന് കൃഷ്ണൻ ആ ഒരു സാഹചര്യം ഉണ്ടായോ? ഇല്ല. അപ്പോൾ ഞാനങ്ങനെ വളരെ ഈസി പീസി ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. മതം ഞാൻ കുറേ നാളായിട്ട് ചിന്തിച്ചിട്ട് കൂടിയില്ല. അവരവരുടെ ഇഷ്ടം.
ഞാനിപ്പം എൻ്റെ ഇഷ്ടത്തിന് തോന്നിയവാസിയായിട്ടല്ല നടക്കുന്നത്. അതേപോലെ അവരുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ പ്രാർത്ഥിച്ചോളൂ, തിരി കത്തിച്ച് പ്രാർത്ഥിച്ചോളൂ. ഞാൻ ഇപ്പം എന്താ പറയുക, ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. ഞാൻ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രം പ്രാർത്ഥിക്കും. കാരണം എല്ലാ ദിവസവും നമ്മൾ ഒരാളിനെ തന്നെ ഒരു ബന്ധു വന്നിട്ട് സുഖമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് വല്ല വാല്യൂ ഉണ്ടാകോ? ഇല്ല. ഞാൻ വർഷത്തിൽ 1-2 പ്രാവശ്യം പോയിട്ട് കലൂർ പള്ളിയില് അതാകുമ്പോഴത്തേക്കും ദൈവം ഇങ്ങനെ കാണിക്കണം, വന്നു. ബാക്കിയുള്ളവർക്ക് എല്ലാ ദിവസവും വരുന്നുണ്ട്, എല്ലാ ചൊവ്വാഴ്ചയും വരുന്നുണ്ട്, ഇവൻ മാത്രം പറ. അതായത് അപ്പൊ കർത്താവ് നേരെ തിരിച്ച് ചിന്തിക്കുക, ഇവനപ്പൊ എന്നെ ആവശ്യമുള്ള സമയത്ത് മാത്രമേ വരുള്ളൂ. അങ്ങനെ ചിന്തിച്ചാലോ കർത്താവ്? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിച്ചൂടെ? കാരണം നമുക്കിപ്പോ ഒരാളെനെ നമ്മൾ പറയുക നമ്മൾ ആവശ്യത്തിന് മാത്രം ചെല്ലുക, ശരിക്കും മോശമല്ലേ? യുനോ വൈ? അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ചെയ്യുന്നത് എൻ്റെ അതായത് താൻ പാതി ദൈവം പാതി എന്നാണ്. പക്ഷെ അല്ല, താൻ 3/4 പാതി ദൈവം 1%. അതാണ് കണക്ക്. എനിക്ക് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഏറ്റവും അവസാനം അതായത് 10 മെഴുകുതിരി വാങ്ങിക്കും, അതിന്റെ അകത്ത് ഒരെണ്ണം ഞാൻ കൊടുക്കത്തുള്ളൂ. കാരണം ഓൾറെഡി അവിടെ കുറെ ആൾക്കാർ മെഴുകുതിരി കത്തിക്കുന്നുണ്ട്. അല്ല, ഒരു പാക്കറ്റായിട്ട് വാങ്ങിക്കുമ്പോ കറണ്ട് ഞാൻ പറയട്ടെ, ഈ പവർ കെട്ടിന് ആര് തരും? വീട്ടിൽ കൊണ്ടുപോയിട്ട് കത്തിക്കും. വെരി ഗുഡ്. കം ഓൺ.